ഇന്ന് നമ്മുടെ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നടന്ന ഒരു സംയുക്ത യോഗം, അതായത് പ്രൊഡ്യൂസേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, എക്സിബിറ്റേഴ്സ്, ഫെഫ്ക തുടങ്ങിയ എല്ലാ സംഘടനകളും ചേർന്ന് നടന്ന സംയുക്ത യോഗത്തിൻ്റെ തീരുമാനത്തിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കാനാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്. അത് ഞങ്ങൾക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, മലയാള സിനിമ വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, കഴിഞ്ഞ വർഷം ഉണ്ടായ കണക്കുകൾ വെളി വന്നു. ആ കൂടെ 200 സിനിമകൾ ഇറങ്ങിയിട്ട് ഒരു 24 സിനിമകൾ മാത്രമാണ് അതിനകത്ത് ഓടിയത്. നമ്മുടെ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് വെറും 12%. കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് 12%, 10%ൽ നിന്ന് 12%. 176 ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ തകർന്നടിയാണ്. അതിനുശേഷം അപ്പം അതുണ്ടായ ലോസ് എന്ന് പറയുന്നത്, ഞങ്ങൾ കഴിഞ്ഞ ഇതിൽ അതിൻ്റെ പത്രക്കുറിപ്പ് വെളിവിട്ടിരുന്നു. 700 കോടി രൂപ, 650-നും 700 കോടി രൂപയ്ക്കും ഇടയിലാണ് നമുക്ക് നഷ്ടം ഉണ്ടായിരിക്കുന്നത് ഇൻഡസ്ട്രി. പല പ്രൊഡ്യൂസർമാരും ഇവിടുന്ന് നാട് വിട്ടു പോകേണ്ട ഗതികേടിലാണ് ഉണ്ടായിട്ടിരിക്കുന്നത്. പുതുതായിട്ട് ഇപ്പോൾ നമ്മൾ ഈ മാസം ഞങ്ങൾ മാസാമാസം ഇതിൻ്റെ കണക്കുകൾ എടുത്തു തുടങ്ങി. ഇപ്പോൾ ഈ ജാനുവരിയിലെ കണക്ക് പ്രകാരം ഇറങ്ങിയ 28 ചിത്രങ്ങളിൽ ഒരു ചിത്രം മാത്രമാണ് അതിന് സക്സസ് ആയത് സാമ്പത്തികമായിട്ട്. ബാക്കി 2 ചിത്രങ്ങൾ ഇപ്പം ഇറങ്ങിയ തരക്കേടില്ലാതെ പോകുന്നു. അതിൻ്റെ കണക്കുകളൊക്കെ അടുത്ത മാസം കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ കഴിഞ്ഞ മാസത്തെ നമ്മുടെ നഷ്ടം എന്ന് ഇങ്ങനെ നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഇൻഡസ്ട്രി തകർന്നടിഞ്ഞിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഒരു രീതിയിലും ഒരു നിർമ്മാതാവിന് സിനിമ എടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മുമ്പോട്ട് നീങ്ങിയിരിക്കുക. എന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ കോസ്റ്റ് ക്രമാതീതമായിട്ട് വർദ്ധിച്ചു. ആർട്ടിസ്റ്റിൻ്റെ റെമ്യൂണറേഷൻ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള റെമ്യൂണറേഷൻ. ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ആർട്ടിസ്റ്റിൻ്റെ റെമ്യൂണറേഷനാണ്. വലിയൊരു ഭീകരാവസ്ഥയാണ്. ഇവരൊക്കെ വാങ്ങിക്കുന്ന റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു മലയാള സിനിമയ്ക്ക് താങ്ങാവുന്നതിൻ്റെയും 10 ഇരട്ടിയാണ് അത് ഇവരൊക്കെ വാങ്ങിക്കുന്ന റെമ്യൂണറേഷൻ. അവർക്കൊന്നും യാതൊരു കമ്മിറ്റ്മെൻറ്റും ഈ ഒരു ഇൻഡസ്ട്രിയോട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അമിതമായ പ്രതിഫലമാണ് ഇവരിപ്പോൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രതിഫലം കുറയ്ക്കാതെ ഇനി നമുക്ക് മുമ്പോട്ട് പോകാനൊക്കത്തില്ല. അപ്പം ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ മലയാള ഇൻഡസ്ട്രി ആകമാനം തകർന്ന് തരിപ്പണമായിട്ട് കിടക്കുന്ന ഒരു സ്ഥിതിയിലാണ് നിൽക്കുന്നത്. ഇപ്പം നമ്മുടെ അസോസിയേഷനിൽ ഒരു മാസം വരുന്ന പ്രോജക്ട്സ്, പണ്ട് 25-30 പ്രോജക്റ്റ് കൊണ്ടുവരുന്നത് 5-6 പ്രോജക്റ്റാണ് വരുന്നത്. പല നമ്മുടെ ടെക്നീഷ്യൻസും വീട്ടിൽ പട്ടിണിയും പരിവട്ടവുമായിട്ട് കഴിയുന്ന സിറ്റുവേഷനാണ്. 60% ടെക്നീഷ്യൻസ്, താഴേക്കിടയിലുള്ള ടെക്നീഷ്യൻസിന് ജോലിയില്ലാതായിരിക്കുകയാണ്. പോരാത്തതിന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഒരു രീതിയിലുള്ള സഹകരണവുമില്ല. നമ്മുടെ ടാക്സ് കുറയ്ക്കാനായിട്ട് പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും അവർ ഇതുവരെ കുറച്ചിട്ടില്ല. നാളത്തെ ബഡ്ജറ്റ് വരികയാണ്. ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയില്ല നാളത്തെ ബഡ്ജറ്റിൽ ഇത് ചെയ്യുന്നുള്ളത്. അതായത് 1 നേഷൻ 1 ടാക്സ് നടപ്പാക്കിയതിന് ശേഷം ഇതുവരെ 2 സംസ്ഥാനങ്ങൾ, കേരളത്തിലും തമിഴ്നാട്ടിലും മാത്രമാണ് എൻ്റർടൈൻമെൻറ്റ് ടാക്സ് ഏർപ്പെടുത്തിയത്. എൻ്റർടൈൻമെൻറ്റ് ടാക്സിൻ്റെ പുറത്ത് GSTയും കൂടെ ഏർപ്പെടുത്തിക്കൊണ്ട് 30% ഇപ്പോൾ ഈ ടാക്സ് വരുന്നത്. അതായത് 1 രൂപ കളക്ട് ചെയ്താൽ 30 പൈസ അവിടെ പോവുകയാണ്. 100 രൂപയ്ക്ക് 30 രൂപ ഗവൺമെൻറ്റിന് കൊണ്ടുപോവാണ്. ഈ ഗവൺമെൻറ്റിന് ഇത്രയും കാശ് കിട്ടിയിട്ടും 5 നയാ പൈസയുടെ പ്രയോജനം ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പരിതാപകരമായ, ദുഃഖകരമായ ഒരു സത്യം. അപ്പം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് ഒരു സംഭവമില്ല. ഫൈനാൻസിന് ഇപ്പോൾ ഫൈനാൻസ് ചെയ്യുന്നില്ല. OTT കച്ചവടം നടക്കുന്നില്ല. OTT ആർക്കും വേണ്ട. OTT പടങ്ങൾ വാങ്ങിക്കുന്നില്ല. സിനിമ എന്ന് പറഞ്ഞ് റിലീസ് ചെയ്ത് തിയേറ്ററിൽ ഓടി അത് നന്നായിട്ട് പോയാൽ OTTക്കാർ ഒരു വില പറയും. അത് കൊടുത്ത് നമ്മൾ അതവർക്ക് കൊടുത്താൽ 6 മാസം കൊണ്ടോ 10 മാസം കൊണ്ടോ ആണ് പൈസ നമുക്ക് തരുന്നത്. അപ്പം ഈ ഫൈനാൻസ് വാങ്ങിച്ചിട്ടുള്ളവർക്ക് OTTക്കാരൻ്റെ പൈസ വാങ്ങിച്ച് സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കില്ല. അപ്പോൾ ഈ ഫൈനാൻസർ പോലും ഇപ്പോൾ ഫൈനാൻസ് ചെയ്യാത്തൊരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം ഒരു രീതിയിലും നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷമാണ്. തിയേറ്റർ രംഗം ആകെ തകർന്നിരിക്കുകയാണ്. ഒന്നാമത് അവർക്ക് ഇലക്ട്രിസിറ്റിയുടെ കാശ് വലുതായിട്ട് കൂട്ടി, ഓരോ പ്രാവശ്യം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സ്ലാബ് വെച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ കൂടെ 750 സ്റ്റേഷൻസ് കേരളത്തിനകത്തുള്ളൂ. ആ 750 സ്റ്റേഷനിൽ ഒരു പ്രത്യേക ടാരിഫ് ഏർപ്പെടുത്തി കൊടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതൊന്നും സർക്കാർ ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇനി എന്ത് ചെയ്യാനാ? ഒരു രീതിയിലും മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരു സ്ഥിതിയിൽ ഇത് ഞങ്ങൾ ഒരു തീരുമാനമെടുത്തതെന്ന് വെച്ചാൽ സംയുക്തമായിട്ടുള്ള തീരുമാനമാണ്. ആർട്ടിസ്റ്റും ടെക്നീഷ്യൻസും ഒക്കെ സംയുക്തമായിട്ടൊരു തീരുമാനമെടുത്തിരിക്കും. അവരിൽ ആർട്ടിസ്റ്റുമായിട്ട് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നേ ഉള്ളൂ. ഞങ്ങൾ ഈ ഇരിക്കുന്ന എല്ലാവരും കൂടെ ഒരു തീരുമാനം എടുത്തതെന്ന് വെച്ചാൽ, ഇങ്ങനെ സിനിമ മുമ്പോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം കാലം പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് ഒന്ന് നിർത്തുക, ഇത് എവിടെയെങ്കിലും ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടേ പറ്റൂ എന്നുള്ളൊരു തീരുമാനം
എടുത്തതനുസരിച്ച് ജൂൺ 1 മുതൽ ഞങ്ങൾ സിനിമ നിർത്തിവെക്കാൻ തീരുമാനിച്ചു. ഒരു പ്രൊഡക്ഷനുമില്ല, എക്സിബിഷനുമില്ല, ഒന്നുമില്ല. എല്ലാം ഞങ്ങൾ നിർത്തുകയാണ്. ടോട്ടൽ ഷട്ട് ഡൗണിലേക്ക് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ അങ്ങല്ലാതെ വേറൊരു നിവൃത്തിയില്ല. എന്ന് വെച്ചാൽ സിനിമ പിടിക്കാൻ പോയ പ്രൊഡ്യൂസറിന് ഒരു നഷ്ടം മുഴുവൻ പ്രൊഡ്യൂസറിന്, ബാക്കി ആർക്കും ഇവിടെ നഷ്ടമില്ല. ആർക്കെങ്കിലും നഷ്ടമുണ്ട്? ഇവിടുത്തെ എല്ലാ ആർട്ടിസ്റ്റുകളും വാങ്ങിക്കുന്ന കോടിക്കണക്കിന് റെമ്യൂണറേഷൻ, ചില മുന്തിയ ടെക്നീഷ്യൻസ് വാങ്ങിക്കുന്നതും കോടിക്കണക്കിന് റെമ്യൂണറേഷൻ. ഇപ്പോൾ പുതിയതായിട്ട് വന്ന ചില ടെക്നീഷ്യൻസ് ഉണ്ട്, ഡയറക്ടേഴ്സ് ഉണ്ട്, അവരൊക്കെ 1-2 കോടി രൂപയാണ് വാങ്ങിക്കുന്നത്. നമ്മുടെയൊക്കെ എത്രയോ കാലങ്ങളായിട്ട് ഈ മലയാള സിനിമയിൽ കത്തിച്ചൊലിച്ച് നിൽക്കുന്ന ഒത്തിരി വലിയ ആർട്ടിസ്റ്റുകൾ അവരാരും ഇതുവരെ ടെക്നീഷ്യൻസ് ഇതുവരെ വാങ്ങിച്ചിട്ടില്ലാത്ത കാശാണ് ഇപ്പോൾ 2 പടം എടുക്കുന്ന ഒരു ഡയറക്ടർ വന്ന് വാങ്ങിക്കുന്നത്. ഇതൊന്നും നമുക്ക് സഹിക്കാൻ വയ്യാത്ത കാര്യമായിട്ട് മാറിയിരിക്കുകയാണ്. ഇത് നിവൃത്തിയില്ല, പടം എടുക്കാൻ നിവൃത്തിയില്ല. ഇന്നലെ ഞങ്ങൾക്കൊരു പ്രൊഡ്യൂസറുടെ ഒരു സഹായം ചോദിച്ചുകൊണ്ട് ഒരു കത്ത് വന്നു. ആ പ്രൊഡ്യൂസർ അയാളുടെ വീടും വിറ്റും ബെൻസ് കാറും വിറ്റ് എല്ലാം വിറ്റിട്ട് ആ ഒരു വിറവ് പുരയിലാണ് താമസിക്കുന്നത്. ആ ഗതിയിലേക്കാണ് സിനിമാ ഇൻഡസ്ട്രിയെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിനി എന്തോ പോകാൻ ഒരു നിവൃത്തിയില്ല. അതുകൊണ്ട് ഞങ്ങളിത് നിർത്തുകയാണ്. അതിന് മുന്നോടിയായിട്ട് ഞങ്ങളൊരു സൂചനാ പണിമുടക്ക് നടത്തുന്നുണ്ട്. അതിൻ്റെ ദിവസം ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. എല്ലാം ഷട്ട് ഡൗൺ ചെയ്തിട്ടുള്ളൊരു സൂചനാ പണിമുടക്ക് ഞങ്ങൾ പ്രതിഷേധ പ്രകടനവും കാര്യങ്ങളും ഗവൺമെൻറ് മുമ്പിൽ ഞങ്ങൾ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ ഒരു പ്രതിഷേധ പ്രകടനം നടത്തുന്നുണ്ട്. വേറെ ഒന്നുമില്ല, ഞങ്ങൾക്ക് നിവൃത്തിയില്ല. അതായത് പ്രൊഡ്യൂസർമാരെന്ന് പറഞ്ഞ് ചുമ്മാ ഷർട്ടിട്ടുകൊണ്ട് നടക്കാമെന്നുള്ളതല്ലാതെ ആകെ എല്ലാവരും വലിയ പ്രശ്നത്തിലാണ്, സകലരും വലിയ പ്രശ്നത്തിലാണ്. അപ്പം ഇത് സർക്കാരെങ്കിലും മനസ്സിലാക്കി ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരുന്നത് ചെയ്തു തരട്ടെ. ഇല്ലെങ്കിൽ ഞങ്ങൾ ഇത് ഇവിടെ അവസാനിപ്പിക്കുകയാണ്, ഇവിടെ വെച്ച് നിർത്തുകയാണ്. ജൂൺ 1 മുതൽ ഞങ്ങൾ ഇനിയും ഒരു സിനിമ എടുക്കാനായിട്ട്, ഇപ്പം എല്ലാവരും സിനിമ എടുക്കാണ്, താരങ്ങളും ഒക്കെ സിനിമ എടുക്കാണ്. അവർ എല്ലാവരും സിനിമ എടുത്താണ് ഈ രീതിയിലേക്ക് ഇൻഡസ്ട്രി എത്തിച്ചത്. ഒരു രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ജൂൺ 1 മുതൽ ഒരു ഷട്ട് ഡൗണിലേക്ക് പോവുകയാണ്. ഇതറിയിക്കാനാണ് നമ്മൾ ഈ ഒരു പത്രസമ്മേളനം. ഏതാ? ആ അതെ, അതേത്? രേഖാചിത്രം. നമ്മളിത് എത്രയോ എല്ലാ പ്രാവശ്യവും നമ്മൾ നിവേദനം കൊടുക്കുന്നതല്ലേ, എല്ലാ പ്രാവശ്യം അവർക്ക് അറിയാവുന്ന കാര്യമല്ലേ. 30% ടാക്സ് കൊണ്ട് എവിടെങ്കിലും ഒരു ഇൻഡസ്ട്രി സർവൈവ് ചെയ്ത് പോവുമോ? ഒരു ഇൻഡസ്ട്രി സർവൈവ് ചെയ്ത് പോകില്ല. അത് കൊടുത്താലും സർക്കാർ തികച്ചും അവഗണനയാണ് നമ്മളോട്. അതൊരു വലിയ സങ്കടമുള്ള കാര്യമാണ്. എന്തായാലും ഞങ്ങൾ മുഖ്യമന്ത്രിയെ മന്ത്രിമാരെ ഒന്നും കൂടെ കാണുന്നുണ്ട്. അവരുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞില്ല. അവർ ഇതിൻ്റെ ഇടയിൽ ഇതൊന്നും ചെയ്തു തന്നില്ല. ഞങ്ങൾക്ക് കൂട്ടിയിടാതെ വേറെ നിവൃത്തിയില്ല. അതെ. ഏത് താരങ്ങളുമായിട്ടോ? ഇതുവരെ ആശയവിനിമയം നമ്മൾ നടത്തിയിട്ടില്ല. എന്ന് വെച്ചാൽ താരസംഘടനയിൽ ഇപ്പോൾ അവിടെ ആരുമില്ലല്ലോ, ഭാരവാഹികളൊന്നും ഇല്ലല്ലോ, സംസാരിക്കാൻ ആരുമില്ലല്ലോ. ഏത് ഇതിനു മുമ്പ് സംസാരിച്ച് ഇതെന്തെന്നറിയോ, നമ്മൾ അവരുമായിട്ടിരിക്കുക, അവർ സംസാരിച്ചെല്ലാം ശരിയാക്കാന്നൊക്കെ പറഞ്ഞിട്ട് പോവും. പിന്നെ അവരുടെ തോന്നിവാസമാണ് കാണിക്കുന്നത്. അല്ല, നിയന്ത്രണം കൊണ്ടുവരും. ഓൺ പ്രൊഡക്ഷൻ അവർ നിർത്തിവെക്കേണ്ടി വരും. ഇല്ലെങ്കിൽ തിയേറ്ററുകാർ അത് പ്രദർശിപ്പിക്കില്ല. തീർന്നില്ലേ? മതിയോ? ഏതാ? പ്രദർശിപ്പിക്കില്ല. അത് തന്നെ. പ്രൊഡ്യൂസേഴ്സിന്റെ ആവശ്യങ്ങളെ നിരാകരിച്ച് താരങ്ങൾ ഇനിയും നിർമ്മാണ പ്രക്രിയയായിട്ട് മുന്നോട്ട് പോയാൽ അവരുടെ ചിത്രങ്ങൾ തിയേറ്ററിൽ കളിക്കണ്ട എന്ന് തിയേറ്ററുകൾ തീരുമാനിക്കും.